വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവ്വലിൽ ഇതുപോലെ സംഗമിക്കാൻ സൗഭാഗ്യം തന്ന, തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ സ്തുതിക്കുകയാണ്. റബീഉൽ അവ്വലായാൽ ഇത് ഹളറത്തുൽ ബദരിയയാണ്, ബദരീങ്ങളെയാണ് പ്രധാനമായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഇതിൻ്റെ ഒക്കെ ഇത്തരം ഒരുമിച്ച് കൂടലുകളുടെ ഒക്കെ ആത്യന്തിക നിദാനം. നബിയെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ബർക്കത്തിന് വേണ്ടി ഒരു ബൈത്ത് ചൊല്ലി അവിടുന്ന് അങ്ങനെ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് സാധാരണ പോലെ പൂർണ്ണമായ മഹ്ളറ ആയിരിക്കില്ല ഇന്ന്. പക്ഷേ ബൈത്ത് ഹളറത്തുൽ ബദരിയയുടെ ആ ഒരു ബൈത്ത് നമ്മൾ പൂർണ്ണമായി തന്നെ ചെല്ലും. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് പരിപാടികൾ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ വഅലിന് വേണ്ടി നമ്മുടെ സദസ്സിലേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് എത്തും. അതിനു മുമ്പ് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പടച്ചു നിറവേറ്റി തരുമാറാകട്ടെ. ഇന്നത്തെ നാം നേരത്തെ കഴിച്ച പായസം നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ 7ാം ക്ലാസ്സിലുള്ള ആദിലലി, അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ റസൽ, അവരുടെ ഉമ്മയുടെ ഉപ്പയുടെ രക്ഷിതാക്കളുടെ വകയാണ്. അവരൊക്കെ ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് ചീരണി ആലോചിക്കാൻ തുടങ്ങിയിട്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ്. 2 മാസങ്ങൾക്ക് മുമ്പേ എന്നെ വിളിച്ച് ഇതിനെപ്പറ്റി, ഇതിൻ്റെ ചെലവിനെപ്പറ്റി ചോദിച്ച് അന്വേഷിച്ച് എന്തായാലും ഇപ്രാവശ്യം കുട്ടികളുടെ പരിപാടിയുടെ അന്ന് സാധാരണ 2 പേരാണ് ഈ ചീരണി ഏറ്റെടുക്കാറുള്ളത്. സാധാരണ 2 പേര്, ഒന്ന് നമ്മൾ ഷംസുക്കി, മറ്റൊന്ന് മുസ്തഫാക്കി. പക്ഷെ എന്നാൽ പോലും ഇപ്രാവശ്യം എനിക്കെന്നെ ഇപ്രാവശ്യത്തെ ചീരണി കൊടുക്കണം എന്ന് നേരത്തെ ആഗ്രഹിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് അവർ ഇന്ന് പായസം കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർ 2 പേരും, ഉമ്മയും നമ്മളെ മക്കളുടെ ഉമ്മയും ഉപ്പയും നർഷദക്ക അവരുടെ ഭാര്യ, അവർ ആരോഗ്യപരമായി വളരെ ക്ഷീണിതരാണ്. പല അസുഖങ്ങളും, എന്നും ഹോസ്പിറ്റലിലായി. അവരുടെ ഉസ്താദിനെ ഇടയ്ക്കിടയ്ക്ക് അവരെ പറ്റി സൂചിപ്പിക്കാറുണ്ട്. എല്ലാം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നാം ചെല്ലുന്ന അസ്മാഉൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട്, മദഹിന്റെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മാസത്തിന്റെ പരിശുദ്ധമായ റബീഇന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം ശിഫയാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം. പതിമക്ക പിറന്നോരേ പരൻ തന്ന റസൂലോരേ, പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ, സ്വലാത്തുല്ലാഹ് സ്വലാത്ത് അറിയാത്ത ആൾക്കാരുണ്ടോ? സ്വലാത്ത് അറിയാത്ത ആൾക്കാരുണ്ട് തോന്നുന്നുണ്ടല്ലോ. മക്കളെല്ലാരും ഒച്ചത്തിൽ ചൊല്ലിയേ, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് യാ റസൂലല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ പതിമക്ക പിറന്നോരേ പരൻ തന്ന റസൂലോരേ, പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ, സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. ഇരുൾ നീക്കി പ്രഭ നൽകി ഇലാഹിനരുൾ കനിഞ്ഞേകി, ഹിദായത്തിൻ നിലാവേകി ഇതെന്റെ ഹബീബ് നൂറുല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്, സലാമുല്ലാഹ് അലൈക യാ അല്ലാഹ്. ഉരുൾ പിളരും
الله صلاة الله سلام الله يا رسول الله سلام الله عليك يا حبيب الله കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ അരവങ്ങൾ മദീനത്ത് കേൾക്കുന്നതാ കാത്തിരുന്ന ദിനം വന്ന് ചേരുന്നതാ കാത്തിരിപ്പിൻ സുഖം കണ്ണിൽ കാണുന്നതാ ആമോദത്തിൻ ഗീതങ്ങൾ ലോകം പാടുന്നേ ആഹ്ലാദത്തിൻ ആവേശം പതഞ്ഞിടുന്നേ ആമോദത്തിൻ ഗീതങ്ങൾ ലോകം പാടുന്നേ ആഹ്ലാദത്തിൻ ആവേശം പതഞ്ഞിടുന്നേ അന്നേരം അൻസാരിൻ ആഘോഷമായി മർഹബ മർഹബ യാ റസൂൽ മർഹബ മർഹബ യാ റസൂൽ സലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ് صلوا على خير البشر اللهم صل وسلم وبارك عليه